സ്തോത്രം. ദൈവമക്കളെ ശ്രദ്ധിക്കേ, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള പ്രസംഗത്തിന്റെ 2ാമത്തെ ക്ലിപ്പിലേക്ക് നമ്മൾ കയറിയിരിക്കുക. ഇസ്രയേൽ ഗോത്രം 12-നെയും ഞാൻ ന്യായവിധിക്കാനിരിക്കുമ്പോൾ എന്റെ ചുറ്റുമിരുന്ന് ഇസ്രയേൽ ഗോത്രം 12-നെയും നിങ്ങൾ ന്യായം വിധിക്കും. എന്താ ഈ പകുതി അതിനെന്താ പറയണ, തണ്ട് അല്ലേ? തണ്ടല്ലല്ലോ, പങ്കായ. പങ്കായത്തിന്റെ പകുതി ഉള്ളവനോട് പറയുക, കീറിപ്പറഞ്ഞ വലയും കൊണ്ട് നടക്കുന്നവനോട് പറയുക, ചവിട്ടിപ്പിടിച്ച് വള്ളം മീൻ പിടിച്ചോണ്ടിരിക്കുന്നവരോട് പറയുക. കാരണം എല്ലാം ഒന്നുമില്ല, കയ്യിലുള്ളത് മുഴുവൻ നഷ്ടമായ അവസ്ഥകളിൽ കിടക്കുന്നതാണ്. പാവം പിടിച്ച നിർധനരായ, അന്നന്ന് ഭക്ഷിക്കാൻ വേണ്ടി അന്നന്ന് മീൻ പിടിച്ച് വിറ്റ് അതിൽ ഒരു അംശമെടുത്ത് കറി വെച്ച്, സ്വത്രം. ഞാൻ സാധാരണ എന്റെ പ്രസംഗത്തിൽ പറയാറുള്ള ഒരു ഭാഷ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂലെന്ന് എനിക്കറിയില്ല. ഈ കർത്താവിന്റെ ശിഷ്യന്മാർ നന്നായിട്ട് ഭക്ഷണം കഴിച്ച സമയം ഏതാന്ന് പറയാൻ പറഞ്ഞോ? നിങ്ങൾക്കറിയാം, ചിന്തിച്ചാ പറയാൻ പറ്റും. കറക്റ്റ്, 100 മാർക്കാ സഹോദരി. നിങ്ങൾക്കൊക്കെ വട്ടപ്പൂജ. 5 അപ്പവും പിന്നെ 2 അപ്പം പിന്നെ 7 അപ്പം 4 ഇല്ലെങ്കിൽ 3-4 പ്രാവശ്യം അപ്പം നോക്കി. അന്ന് അവര് ഭക്ഷിച്ചത്, വയറ് നിറച്ച് ഭക്ഷിച്ചത് അന്നാ. വരമ്പത്തൂടി വന്നപ്പോ ഇവരെന്താ ഇത് കതിര് പറിച്ച് തിന്നു. അപ്പൊ ഇത് ശാസ്ത്രിമാരും പരീക്ഷന്മാരും കണ്ടിട്ട് നിന്റെ ശിഷ്യന്മാർ ഇതാ കതിര് പറിച്ച് തിന്നുന്നു. കംപ്ലൈന്റ് ആയി. അവർ ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൈ കഴുകുന്നില്ല. കൊടുത്തു മറുപടി നല്ല ശരിക്കും. അതൊരു പ്രസംഗമാണ്, ഞാനിപ്പോ പറയാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന ശിഷ്യന്മാരെ രൂക്ഷമായി വിമർശിച്ച ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും യേശു കൊടുത്ത മറുപടി മർക്കോസ് 7, മത്തായി 15 കുറിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു പഠിച്ചു. പരീക്ഷനെ, ശാസ്ത്രിയെ, നിന്റെ ഹൃദയം ദുർഗന്ധം വമിക്കുന്ന ഹൃദയമാണ്. നിന്റെ ഹൃദയമാണ് വിശുദ്ധമാക്കേണ്ടത്, കൈ കഴുകുന്നതല്ല വിഷയം. കൈ കഴുകണ്ടെന്നല്ല. വെളിയിൽ പോയിട്ടൊക്കെ വന്നാൽ ബസ്സിൽ കയറി പിടിച്ചു, അങ്ങോട്ടും ഇവിടെ ഒക്കെ പിടിച്ച് കൈ കഴുകി ഭക്ഷണം കഴിക്കുന്നത് നല്ലതാ. എന്നാൽ അത് മാത്രം കയറി കൈ കഴുകിയേ കഴിക്കുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നതോട് കാലും കഴുകി, കൈയും കഴുകി, തലയും കഴുകി. മുസൽമാൻ 5 സമയം നിസ്കരിക്കുന്നുണ്ടല്ലേ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പണ്ടൊരു നിസ്കരിക്കാൻ വന്നപ്പോ അതിന്റെ ഇടയിൽ വന്നുകൊണ്ട് പറയുക, നിസ്കരിക്കാനായിട്ട് സമയം പോയി ബൈക്ക് കൊണ്ടുവന്ന് ആ മസ്ജിദിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ചാടി ഇറങ്ങി കൈയും കാലും കഴുകി നിസ്കരിച്ച് വന്നപ്പോ ബൈക്കില്ല, പോയല്ല ബൈക്ക്. ആദ്യം നിസ്കരിച്ച് ഇറങ്ങി വന്നവൻ അതുകൊണ്ട് പതുക്കെ ഉള്ളൂ നിസ്കാരത്തിൽ. അതിപ്പോ എനിക്ക് അറിയൊന്നുമില്ല. എന്നാൽ നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ല ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു ചടങ്ങുകളാണ്. നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് സ്വത്രം തെറ്റായ നിലയിൽ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഒക്കെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൃദയം വിശുദ്ധമാകുമ്പോൾ പ്രവൃത്തികളും വാക്കുകളും ജീവിതവും മുഴുവൻ വിശുദ്ധമാകും എന്ന് മർക്കോസ് 7:15 ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും കർത്താവ് കണക്കിന് മറുപടി കൊടുക്കാനുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോ പലസ്തീനിലെ ശിഷ്യന്മാരെ സകലതും വിട്ടു. എന്ത് വിട്ടു? ഹല്ലേലൂയ. അവരുടെ ഉപജീവന മാർഗമായ നിസ്സാര കാര്യങ്ങൾ അവർ വിട്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് അവരുടെ മുമ്പിൽ ചെന്ന് കർത്താവിന് മുമ്പേ അവർ ചോദിക്കുക, സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്തോ വിട്ടു? ആ ചോദ്യം ഒന്ന് ചിന്തിക്കുന്നല്ലേ, ഞങ്ങൾക്ക് എന്തോ വിട്ടു? കർത്താവിന്റെ നിന്റെ പിറകെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും കർത്താവ്? ന്യായമായ മറുപടി കർത്താവ് കൊടുത്തു. എന്റെ ഹൃദയം പിടച്ചു വികസിക്കുന്ന മറുപടിയാണ് കർത്താവ് കൊടുത്തത്. ഇസ്രയേൽ ഗോത്രം 12-നെയും ഞാൻ ന്യായം വിധിക്കാൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് ഇസ്രയേൽ ഗോത്രം 12-നെയും ന്യായം. ഇനി പുതിയ നിയമസഭയോട് പൗലോസ് പറഞ്ഞേക്കുന്നിടത്ത് വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന് 1 മുതൽ വാക്യങ്ങളൊന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ന്റെ 1 മുതൽ വായിച്ചു. ആമേൻ. തുനിയുന്നു പോ. ആഹാ. അടുത്ത വാക്യം കൂടി. മതി. എന്ത് മനസ്സിലായി? എന്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. കാരണം ലോകത്തെ വിധിക്കുവാൻ വേണ്ടി ദൈവം ആക്കി വെച്ച പുതിയ നിയമസഭ. 2, ദൂതന്മാരെ വിധിക്കാൻ വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്ന പുതിയ നിയമസഭ ഇപ്പൊ തമ്മി വഴക്കുണ്ടാക്കി വക്കീലിനെയും കൊണ്ട് ദൈവം ആക്കി വെക്കാത്ത ഒരു ലോകപ്രകാരമുള്ള ഒരു നീതിപീഠത്തിന്റെ മുൻപിലേക്ക്
വിശ്വാസി പോകുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇന്നുള്ള സഭകളിൽ നടക്കുന്ന ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തിയാണ് പൗലോസ് എടുത്ത് വിമർശിച്ചത്. അന്നും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ളവർ, ഇന്നും അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു വിഷയം, വിശുദ്ധന്മാർ തമ്മിലുള്ള വിഷയം, വിശുദ്ധന്മാർ പറഞ്ഞു തീർക്കത്തക്ക നിലയിൽ ഒരാത്മീകനും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ എന്നാ പോലും ചോദിക്കുന്നേ. കണ്ടിട്ടില്ലേ ഈ സെൻട്രൽ ജനറൽ കൺവെൻഷനൊക്കെ വരുമ്പോ പാസ്റ്റർമാർ എത്ര പേരുണ്ടാവും? അജിപാസ പറഞ്ഞു എത്ര പേരുണ്ടാവും? ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? 25 അല്ല, 50 പേരൊക്കെ ഇങ്ങനെ ഇരിക്കുക, നിരനിരന്നിരിക്കുക. എനിക്ക് അതിനെ കുറിച്ചിരിക്കുന്നൊന്നും. പക്ഷെ കാര്യം തീർക്കാൻ പ്രാപ്തികൾ എത്ര പേരുണ്ട്? എന്റെ ചോദ്യം. ഒരു കേസ് വരുമ്പോൾ, ഒരു കോടതി വരുമ്പോൾ, ഒരു കോടതി പ്രശ്നം വരുമ്പോൾ, ഒരു 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 എന്തെങ്കിലും ആയിക്കോട്ടെ, കൺവെൻഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം പന്തല് കെട്ടിയതിലും ഫുഡ് കൊടുത്തതിലും പിന്നെന്താണ് കക്കൂസ പണിതതിലും അങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങൾ ചെയ്തതിന്റെ കണക്ക് തീർക്കുന്ന സമയത്ത് വിശ്വാസികളുടെ അല്ലെ ശുശ്രൂഷകന്മാരുടെ ആത്മീകം വെളിപ്പെടുത്തുന്നത് അവിടെയാണ്. സർപ്പം പണമാടി നിർത്തുന്ന പോലെ ഇങ്ങനെ കൊത്താൻ വേണ്ടി പലരും ചിലർ അതിന്റെ പത്തിക്കിട്ട് അടിക്കും. അതൊക്കെ അവിടെ നടക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പോസ്തലന്മാരാൽ ഉപദേശം നടത്തപ്പെട്ട സഭകൾക്ക് അവരിലും തെറ്റില്ലെന്നില്ല. എല്ലാ സഭകളിലെ വിശ്വാസികളിലും തെറ്റുണ്ടായി. അപ്പോസ്തലന്മാർ അത് ഉപദേശം കൊണ്ട് ശാസിച്ചു, കഠിനമായി ശാസിച്ചു, തർജ്ജനം ചെയ്തു. പിന്നെ അവരെ മാറ്റി നിർത്തി, അവരെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ ശിക്ഷണ നടപടികൾ പലത് ചെയ്ത് അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തി. അങ്ങനെ നിർത്തിയാണ് സഭകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാകണം ഇന്നുള്ള സഭകളും എന്നാണ് ഞാൻ ശഠിക്കുന്നത്. ഹല്ലേലൂയ. തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്യുന്ന വിശ്വാസികളെ, ഇനി ശുശ്രൂഷകന്മാരാണെങ്കിലും അവരെ നല്ല കറതീർന്ന ആത്മികരായ ദൈവദാസന്മാർ, പ്രാപ്തിയുള്ളവർ, വചനജ്ഞാനമുള്ളവർ, ഉപദേശം കൊണ്ട് സഭയെ പണിതെടുക്കാൻ ദൈവം ആക്കിവെച്ചവർ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവം ആക്കിവെച്ച നിയമിച്ചു വെച്ച ശുശ്രൂഷ വൃന്ദങ്ങൾ ഈ പാപം ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന ശുശ്രൂഷകന്മാരാണെങ്കിലും വിശ്വാസികളെ ആണെങ്കിലും ഉപദേശം കൊണ്ട് അവരെ ശാസിച്ച് തർജ്ജനം ചെയ്ത് കഠിനമായി ശാസിച്ച് അവരെ മടക്കി വരുത്തി കോടതിയിലും കേസിലും ഒന്നും പോകാതെ അവരെ തമ്മിൽ സ്നേഹിക്കുവാൻ ക്രിസ്തുവിന്റെ പ്രമാണം കൊണ്ട്, അവരെ ഉപദേശം കൊണ്ട് അവരെ നന്നാക്കിയെടുത്ത് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങൾ ഉണ്ടാകണമെന്ന ദൈവം ആഗ്രഹിക്കും. അല്ലാതെ പ്രാർത്ഥിച്ച് എന്നെ വിളിച്ചല്ലോ, ഞാൻ പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പറയും. ഞങ്ങൾ നിന്ന പ്രസ്ഥാനത്തിലെ ഒരു കേസ് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, സാമ്പച്ചാൻ ചെറിയ ഉണർവൊക്കെ ഉള്ള ആളാണല്ലോ, നല്ല പ്രാർത്ഥനാ ജീവിതമൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, ഒരു കാര്യം ചെയ്യും, നല്ലോണം പ്രാർത്ഥിച്ചൊരുങ്ങി നാളെ ഒരു കോടതിയിൽ ഒരു കേസുണ്ട്. ഞാൻ പറഞ്ഞു വേള ആളെ നോക്കാൻ പറഞ്ഞു. ഭൂതജിയോടെ ഞാൻ പറഞ്ഞു, വേറെ ആരോടുമല്ല. അന്ന് ഞാൻ ശുശ്രൂഷകനൊന്നുമല്ല. സ്വത്രം. അന്ന് ഞാൻ ശുശ്രൂഷനൊന്നുമില്ല. പക്ഷെ അന്നേ വെളിപ്പാടുണ്ട്, ഈ കോടതിക്കതൊക്കെ പാവമാണെന്ന് എൻ്റെ ഉള്ളിലുണ്ട്. സഭാ ഹോളുമായിട്ടൊരു പ്രശ്നം വന്നു. കേന്ദ്രവും ആൾക്കാരുമായിട്ടൊക്കെ വലിയ പ്രശ്നമായി. കേന്ദ്രം ആ സഭയുടെ യഥാർത്ഥ ഉടമസ്ഥം ഞങ്ങളെ പുറത്താക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ വിശ്വാസികളും പാസ്റ്റർമാരോട് ഞങ്ങൾ പോകത്തില്ലെന്ന് പറഞ്ഞ് ബഹളമായി, അടിയായി. ഉടനെ കോടതിയിൽ കേസിന് പോകാനായിട്ട് പാസ്റ്റർ എന്നെ വിളിച്ചു, നമുക്ക് കേസ് കൊടുക്കണം, നമുക്ക് ഇതിനെതിരെ. ഞാൻ പറഞ്ഞു ഞാനില്ല, നിങ്ങളും ഇല്ല, നിങ്ങളുടെ പ്രസ്താവന വേണ്ടെന്ന് പറയും, കർത്താവ് മാത്രം മതി പറഞ്ഞ് ഇറങ്ങിപ്പോന്നതാണ്. കാരണം എന്താ, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്ത കോടതിയും കേസും വഴക്കുമായിട്ടൊന്നും പോയാൽ അങ്ങ് ചെല്ലത്തില്ല, ഇവിടെ കിടന്ന് കളിക്കാം. നമുക്ക് നമ്മുടെ വിഷയം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വശുതാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ദൈവരാജ്യം പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ്, സ്വർഗരാജ്യം പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ ഭൂമി കിടന്ന് പ്രശ്നമുണ്ടാക്കി തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി നരകത്തിൽ പോകുന്ന അവസ്ഥയിലേക്ക് പോയാൽ പിന്നെ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എന്ത് പ്രയോജനം? സ്നാനപ്പെട്ടതുകൊണ്ട് എന്ത് പ്രയോജനം? അന്യഭാഷ പറഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം? വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാൻ കുടുംബവും പശ്ചാത്തലങ്ങളും വലിയ വലിയ പ്രസ്ഥാനങ്ങളും വലിയ വലിയ അമ്പരചുംബികളായ പ്രസ്ഥാനങ്ങളും ഒക്കെ വിട്ട് നമ്മൾ ഇറങ്ങി വന്ന് ഈ ചെറിയ ഹോളിൽ നിന്ന് ആരാധിക്കുന്നുണ്ട് എന്ത് പ്രയോജനം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഇവിടെ ഇപ്പൊ സിസ്റ്റർ വായിച്ചല്ലോ, ഒന്നുകൂടി വായിച്ചാട്ടെ, 6-ന്റെ ആ വാക്യം ഒന്നുകൂടി ഒന്ന് വായിച്ചാട്ടെ, ഒരു വായിച്ചാട്ടെ. നിങ്ങൾ
ആ നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നു. അഭക്തന്മാരുടെ മുമ്പാകെ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നു. അടുത്ത വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. ദൈവപുത്രനായ യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിലനിൽക്കുന്ന ദൈവവചന വ്യവസ്ഥ പാലിക്കുന്ന വിശുദ്ധന്മാർ ഈ ലോകത്തെ വിധിക്കേണ്ടവരാണെന്ന് പെന്തക്കോസ്ത് സമൂഹം മനസ്സിലാക്കണം. ഹല്ലേലൂയ. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കേണ്ടവരാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. അടുത്ത അറിയുന്നില്ലയോ? ആ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? മതി മതി മതി. ദൂതന്മാരെ വിധിക്കുവാൻ, ലോകത്തെ വിധിക്കുവാൻ പുതിയ നിയമസഭയെ ദൈവപുത്രനായ യേശുക്രിസ്തു ആക്കി വെച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഭൗതികമായ വിഷയങ്ങൾ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കോടതി കയറുന്ന ഒരൊറ്റ ഒരുത്തനും ദൈവരാജ്യത്തിന്റെ അവകാശിയാകയില്ലെന്ന് ശക്തമായ ഭാഷയിൽ ഞാൻ വിളിച്ചു. ഞാനല്ല വിളിച്ചു പറയുന്നത്, ദൈവവചനം പറയും. 6-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിലെ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശിക്കില്ലെന്ന വാക്ക് ഒന്ന് വായിച്ചാട്ടെ സഹോദരി. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അതെന്ത് വെച്ചോണ്ടാ പൗലോസ് പറഞ്ഞേ? അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് എന്ത് വെച്ചോണ്ടാ പൗലോസ് പറഞ്ഞേ? ഈ കോടതിയും കേസും കാര്യങ്ങളൊക്കെയാ. 6-ാം അധ്യായത്തിലെ വിഷയമല്ലേ നമ്മൾ വായിച്ചത് അല്ലേ? ആദ്യത്തെ ഭാഗം കോടതി കയറുന്ന വിഷയം, അതിന് ദൂതന്മാരെ വിധിക്കും, സ്തോത്രം, ഈ ലോകത്തെ വിധിക്കേണ്ടവരാണ്, ദൂതന്മാരെ വിധിക്കേണ്ടവരാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ടാണ് കാര്യം തീർത്താൻ പ്രാപ്തിയുള്ളവരുടെയില്ലയോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം 9-ാം വാക്യം, എല്ലാം വായിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നത്, നിങ്ങൾ വായിച്ചു പഠിച്ചുകൊള്ളുക. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അപ്പൊ ഈ കോടതി കയറുന്നവൻ അന്യായം ചെയ്യുന്നവനായിട്ടൊക്കെ പൗലോസ് പഠിപ്പിക്കുക സഭയെ. ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ ലജ്ജിക്കണം. പെന്തക്കോസ്ത് കുടുംബ കോടതിയിൽ കേസ് കിടക്കുക, പെന്തക്കോസ്തുകാരുടെ കേസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പെന്തക്കോസ്തുകാരുടെ കേസ് കോടതി കിടക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആ പെന്തക്കോസ്തുകാർ പോകുന്ന സഭയില് ശുശ്രൂഷകന്മാർക്ക് പ്രശ്നം തീർക്കാൻ കഴിയുന്നില്ല. ആത്മനിറവുള്ള ദൈവവചന ജ്ഞാനമുള്ള ഉപദേശം പഠിപ്പിക്കുന്ന, ഗൗരവത്തോടെ ഇടപെടാൻ കഴിയുന്ന ആ ഭാര്യയോട് ഭർത്താവിനോട് അവരുടെ വിഷയം ചോദിച്ച് മനസ്സിലാക്കി വചനത്തിലൂടെ ഒരു യഥാസ്ഥാനപ്പെടുത്തി കോടതി കയറ്റാതെ ലോകത്തിന്റെ ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുപോകാതെ ദൈവത്തിൽ നിന്നൊരു ആലോചന ഏറ്റെടുത്ത് നിങ്ങൾ ഇന്ന പ്രകാരം ജീവിക്കണം, മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് തർജ്ജനം ചെയ്ത് ശാസിച്ച് കഠിനമായി ശാസിച്ച് അവരെ ഒരുമിപ്പിക്കാൻ കഴിയാത്ത ശുശ്രൂഷ വൃന്ദങ്ങൾ ഉള്ളിടത്തോളം കാലം കോടതിയിലെല്ലാവരും എവിടെയാ പോകും? ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണേ. നമ്മൾ ആത്മീകരാണ്. നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ഈ വിശ്വാസികളുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് ആ തെറ്റ് ചെയ്തവരോട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഉപദേശങ്ങൾ പറഞ്ഞ് അവരെ യഥാസ്ഥാനപ്പെടുത്താനുള്ള ഒരു ആത്മീക പക്വത, അല്ലെങ്കിൽ ദൈവകൃപ, അല്ലെങ്കിൽ ആത്മശക്തി, അല്ലെങ്കിൽ തികഞ്ഞ ആത്മീയ അനുഭവം നമ്മൾ പ്രാപിച്ചെടുക്കണം. അതാ വിഷയം. അല്ലാതെ ലോകക്കാരുടെ ചെയ്യുന്ന പോലെ നമ്മൾ കോടതിയിലും കേസിലും പോയാൽ എന്ത് പ്രയോജനം? നമ്മൾ ആരാണ്? ദൂതന്മാരെ വിധിക്കേണ്ടവരാണ്. നമ്മൾ ആരാണ്? ഈ ലോകത്തെ വിധിക്കേണ്ടവരാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ കർത്താവിനോടൊപ്പം ഇരുന്ന് ഭരണം നടത്തേണ്ട നമ്മൾ ഈ ഐഹിക കാര്യങ്ങളിൽ, ലോകപ്രകാരമുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ അങ്ങ് ചെന്നത് ചെയ്യുമെന്ന പൗലോസ് ചോദിക്കേണ്ട ഉത്തരം. ഞാൻ അത് കേട്ട് ഭയപ്പെടുകയാണ്. പൗലോസ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം, അതിന്റെ മുൻപിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പൗലോസ് പുതിയ നിയമസഭയുടെ ഉപദേശകനാണ്. ഗലാത്യർ 1:1 പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവനാണ് പൗലോസ്. ആ പൗലോസ് ആണ് ചോദിക്കുന്നത്, കാര്യം തീർക്കാൻ പ്രാപ്തിയുള്ള, സ്തോത്രം, നിങ്ങളുടെ രക്ഷയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാരുടെ മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇല്ലയോ?
റവറന്റെ പട്ടം നേടിക്കൊണ്ട് ഇതൊന്നും കിട്ടത്തില്ല. ഡോക്ടറിന് എഴുതി വെച്ചുകൊണ്ട് ഇതൊന്നും കിട്ടത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നടത്തിപ്പും ദൈവകൃപയും ദൈവശക്തിയും പ്രാപിച്ച് ആ നല്ല കറതീർന്ന ആത്മീയ അനുഭവത്തിൽ ഇരിക്കുന്നവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു അനന്യാസും സഫീറയും ഉണ്ടല്ലോ, അവർ ചില പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ നിറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ മുൻപാകെ 2 എണ്ണം വന്നു. എന്തോ സംഭവിച്ചു? എന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 2 എണ്ണം മണ്ണോട് ചേർന്നല്ലേ. പത്രോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയാമോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞ്. 100 മാർക്ക് പാസ് നിങ്ങൾക്ക് കോഴി കിട്ടി. ചാടി കയറി പറഞ്ഞേക്കണതൊക്കെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിങ്ങൾ പറഞ്ഞത്. ഒരു കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങൾ വസ്തുവൊക്കെ വിറ്റു. അന്നത്തെ സാഹചര്യം അനുസരിച്ച് വസ്തു വിറ്റുകൊണ്ടൊന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ വെക്കുക. കാരണം രക്ഷിക്കപ്പെട്ട് വരുന്നവനെ പടിയടച്ച് പിണ്ടം വെച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവർക്ക് തിന്നാനൊന്നും കൊടുക്കാനൊന്നുമില്ല. അപ്പൊ സ്വന്തമായിട്ട് വിറ്റുകൊണ്ട് തരണം നിയമമൊന്നുമില്ല. അവർ സ്വയമനസ്സാ ചെയ്യുന്നതാണ്. ഇവർ സ്വമനസ്സാ ചെയ്തിട്ട് ഇതാ ഞങ്ങൾ കൊണ്ട് വെച്ചിരിക്കുക. കുറച്ചെടുത്ത് വെച്ചിട്ടേ കൊണ്ട് കൊടുത്തേക്കും. അല്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കൊച്ചിനെ പഠിപ്പിക്കാനും കാര്യങ്ങൾ നടത്താൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചു, ബാക്കിയുള്ളത് ഇതാ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതാ ഞങ്ങൾ വസ്തു വെച്ചതും എല്ലാം കൊണ്ടുവന്ന് വെച്ചിരിക്കാം, കുറച്ച് മാറ്റി കള്ളം ചെയ്തു, വ്യാജം പറഞ്ഞു. ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നത് ചിന്ത, പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞിട്ട് എവിടെ എങ്ങോട്ടാ പോയത്? പുരോഹിതന്മാരുടെ ചിന്തിച്ചു, ഞങ്ങൾ അവനെ തള്ളി. നീ അല്ലിപ്പറയും, നീ നോക്കിക്കോളാം. ഈ ചങ്ങാതി യേശുവിന്റെ അടുക്ക് ചെല്ലുന്നു, കർത്താവെ ഞാനിങ്ങനെ ചെയ്തു പോയി. പത്രോസ് എന്താ ചെയ്തത്? താൻ 3 പേരോടുമ്പോ തള്ളി പറഞ്ഞിട്ട് കോഴി പോകാൻ നേരത്ത് സ്വതന്ത്രം എന്തു പറ്റി? യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ കുറ്റബോധമുണ്ടായി. നേരെ യേശുവിന്റെ അടുത്ത്, കർത്താവേ എന്നോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. അവൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവൻ ഈ സ്വതന്ത്രം പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ അപ്പോസ്തലനാക്കി മാറ്റി. തെറ്റുകൾ വരുന്നതല്ല വിഷയം, ബലഹീനരായി പോകുന്നതല്ല വിഷയം. അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്നതിലാണ് ദൈവകൃപ പ്രാപിക്കുന്നത്. ദൈവസഭ നന്നായി മനസ്സിലാക്കട്ടെ. ഞാനും നിങ്ങളും ഒക്കെ തെറ്റിപ്പോകും. ചില സന്ദർഭങ്ങളിൽ വരുമ്പോൾ തെറ്റിപ്പോകും, കാലിടറിപ്പോകും. കാരണം ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ. നമ്മുടെ ശരീരം പാപലോകത്തിൽ ജീവിക്കുകയാണ്. ദുഷ്ടപിശാചിന്റെ ഭരണ സംവിധാനമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാത്താൻ നമ്മളെ തെറ്റിച്ചു കളയിച്ചപ്പോ ചില സമയത്ത് നമ്മൾ ബലഹീനരായി പോകും. ദൈവത്തോട് നിറകണ്ണുകളോടെ, കർത്താവേ ഞാൻ തെറ്റിപ്പോയി, ഞാൻ ബലഹീനനായി പോയി, എന്നോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മോട് ക്ഷമിക്കും. ദൈവമക്കൾ, മനുഷ്യൻ ക്ഷമിച്ചില്ലെങ്കിലും കർത്താവ് ക്ഷമിക്കോ? അങ്ങനെ ഒരു കർത്താവാണ് നമുക്ക്. ദീർഘക്ഷമയുള്ള, ഹല്ലേലൂയ, ദീർഘക്ഷമയും മഹാദയയും ഉള്ളത്. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് ദീർഘക്ഷമയല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കത്തില്ല. ഈ വിഷയമൊന്നും പറയാൻ എന്റെ വാതുറപ്പിക്കത്തില്ല. സ്വത്രം ഞാൻ ബലഹീനനാകുമ്പോൾ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ, മനസ്സാവാദ കർമ്മണ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്ന് ദൈവഹിതപ്രകാരമല്ലാത്ത വന്നു കഴിയുമ്പോൾ, കർത്താവേ എന്നോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ബലഹീനനായിപ്പോയി, എന്നോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നെ ശുദ്ധീകരിക്കുന്നു. അതാണ് നമുക്ക് ദൈവത്തിൽ നിൽക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിപ്പോ എന്താ ചെയ്യുന്നത്? ഒരു വിഷയം വന്നു കഴിയുമ്പോൾ ലോക മനുഷ്യന്റെ മുമ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇനി സ്തോത്രം, പ്രവൃത്തി പുസ്തകത്തിലെ ഒരു പ്രധാന വിഷയം സ്തോത്രം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കാം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞോ. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അവർ ഒരുമിച്ച് കൂടിയിരുന്നു. ഈ കൂടിയിരിക്കുമ്പോൾ യേശു കർത്താവ് ഏത് ശരീരത്തിലായിരിക്കുന്നേ? ആണോ? രൂപാന്തര ശരീരത്തില്ല, മനുഷ്യ ശരീരമല്ല. മനുഷ്യ ശരീരത്തിൽ ഭൂമി ഇരുന്ന് മരിച്ചോടുകൂടി ഉയർത്തെഴുന്നേറ്റ് വന്ന് ഈ ഭാഗമാണ് യേശുക്രിസ്തു അവസാനമായിട്ട് അവർ വിട്ടുപിരിയുന്ന ഏറ്റവും ലാസ്റ്റുള്ള ഒരു പഠനം. അപ്പൊ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ സ്തോത്രം
പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അവർ ചോദിക്കുക, ഇനി മരിച്ചു വരുത്തുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണല്ലോ, ശരി, ഇനി അടുത്ത് ചെയ്യാൻ പോണ ഇസ്രായേലിനെ യഥാസ്ഥാനമാക്കി 1000 ആണ്ട് വാഴ്ച തുടങ്ങാൻ പോവുക. അങ്ങനെയെങ്കിൽ ഞങ്ങള് രാജാക്കന്മാരായിട്ടും പുരോഹിതന്മാരായിട്ടും ഞങ്ങള് എന്ത് ചെയ്യുക? നിങ്ങളോടൊപ്പം ഇരുന്ന് വാഴേണ്ട ഒരവസരം ഇതാണോ എന്ന് ചോദിക്കുക. അവര് അത് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്ത് അടികൊണ്ട് രക്തസാക്ഷികളായി സ്വത്രം തീരാനുള്ള അവരുടെ മുമ്പിലുള്ള ഭാവി അപകടകം നിറഞ്ഞൊരു സാഹചര്യമാണ് അവരുടെ മുമ്പിലുള്ളത്. കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നെല്ലാം ഓടി കുറച്ച് എണ്ണം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അവരോട് കർത്താവ് എന്താ പറഞ്ഞു? അതൊന്നും നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ അന്വേഷിക്കേണ്ട, നിങ്ങൾ ഉയർത്തുന്ന ശക്തി ലഭിച്ച് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുമെന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ട് കർത്താവ് അവിടെ നിന്ന് സ്വത്രം സ്വർഗാരോഹണം ചെയ്യുന്ന ഒരു വിഷയമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അവിടെ പറയുന്നുണ്ട് 11-ാം വാക്യത്തിൽ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ, സ്വർഗത്തിലേക്ക് പോയതുപോലെ അവൻ തിരികെ വരും, വീണ്ടും വരുമെന്ന് പറഞ്ഞു. അപ്പോ കർത്താവ് വരുമെന്നും ആ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യകതയും കർത്താവ് അവരെ പ്രബോധിപ്പിച്ചു. എന്റെ വിഷയം, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ കർത്താവെ, ഇസ്രയേലിന് ഈ കാലത്തിലോ നീ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത്? 1000 ആണ്ട് വാഴ്ചയ്ക്ക് കർത്താവ് നമ്മളെല്ലാം കൂടി വാഴേണ്ട സമയം ഇതാണോ എന്ന് കർത്താവ് ചോദിക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത്, കർത്താവ് തന്റെ ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന് വാഴുന്ന ഒരു കാലം വരും. അത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. ആ ഭാഗത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരുന്ന ഒരു വിഷയമുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവനും ഈ രാജ്യം എന്നുള്ള പദപ്രയോഗം തെറ്റാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരും. നമ്മളെ രാജാക്കന്മാരാക്കി പുരോഹിതന്മാരാക്കി യേശു ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം വാഴേണ്ടവരാണ് നമ്മളെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അധികാരങ്ങൾ തന്ന് ലോകത്തെ വിധിക്കുവാൻ, ദൂതന്മാരെ വിധിക്കുവാൻ ഒരു വാഴ്ചയുടെ കാലഘട്ടം ദൈവപുത്രനായ യേശുക്രിസ്തു 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ നമ്മളും കർത്താവിനോടൊപ്പം ആയിരിക്കേണ്ടവരാണ്. ഈ ഉൾബോധം നമുക്കുണ്ടായിരുന്നു. നമ്മൾ തമ്മിലടിച്ച് ബഹളം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഞാൻ വഴക്കുണ്ടാക്കേണ്ടവനല്ല, കർത്താവിന്റെ വരവിൽ ഞാൻ ദൈവരാജ്യത്തിന്റെ അംശയായി തീരുകയും അതിനോടൊപ്പം മഹോദരകാലം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ഞാൻ യേശു കർത്താവിനോടുകൂടി രാജാക്കന്മാരായി പുരോഹിതന്മാരായി വാഴേണ്ടവരാണ്. വെളിപ്പാട് പുസ്തകം അതിന്റെ വേറൊരു ഭാഗത്തും അത് കിടപ്പുണ്ട്. 5-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വായിച്ചാട്ടെ. അവിടെയും രാജ്യം എന്നുള്ളിടത്ത് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി എന്നാണ് ശരിയായ അതിന്റെ അർത്ഥം. രാജാക്കന്മാരായി പുരോഹിതന്മാരായി വാഴേണ്ടവരാണ് നമ്മൾ നിസ്സാര ആൾക്കാരല്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ദൈവസഭ മാറ്റപ്പെട്ട 7 വർഷത്തെ മഹോദരകാലം കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന വിഷയമാണ് രാജവാഴ്ച. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്നത്. 1000 ആണ്ട് വാഴ്ച ഈ ഭൂമി ഭരിക്കും. ഈ ഭൂമിയുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. ആദാമും ഹവ്വയും പാപം ചെയ്തത് നിമിത്തം ഈ ഭൂമി ശാപഗ്രസ്തമായി, ഭൂമി ഫലം കൊടുക്കാത്ത അവസ്ഥയിലായി, ഈ ഭൂമിയിൽ മനുഷ്യൻ പാർക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആദാമും ഹവ്വയും നിമിത്തം, അവരുടെ പാപം ചെയ്ത നിമിത്തം അവരുടെ ജനറേഷനായിട്ടുള്ള മനുഷ്യവർഗം മുഴുവൻ ആദാമ്യ പാപനിമിത്തം സകലരും പാപികളായി, പാപനിമിത്തം സകലരും രോഗികളായി, രോഗനിമിത്തം മനുഷ്യനെല്ലാം പെട്ടെന്ന് മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ശാപമാണ് ഈ രോഗമെന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. ദൈവമക്കളാകുന്നു നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് കർത്താവ് സൗഖ്യം തരും. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കയില്ല. രോഗശാന്തി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വിഷയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് മറുപടി തരും.
കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ ദത്തെടുത്തു, നമ്മളെ വിളിച്ചു, നമ്മളെ വേർതിരിച്ചു, നമ്മളെ ദൈവം മക്കളാക്കി മാറ്റി. ഒരു രാജഭരണത്തിലേക്ക് പോകത്തക്ക നിലയിൽ ദൈവം നമ്മെ രൂപപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിലെ ജീവിതം ക്ഷണഭങ്കുരമാണ്. ഒരു നിത്യത ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് വചനം നന്നായി പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-11 വായിക്കുന്നത് വായിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിയർ 2-ന്റെ ആമേൻ, 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 ആമേൻ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആമേൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും മതി മതി എത്ര മതി. യേശു കർത്താവ് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ സകല മനുഷ്യരും എന്ത് ചെയ്യും? യേശു കർത്താവിനെ വണങ്ങേണ്ടി വരും. ഹല്ലേലൂയ. അത് ഗോത്രങ്ങളെന്നില്ല, ഭാഷകളെന്നില്ല, രാജ്യങ്ങളെന്നില്ല, എല്ലാവരും അതിന്റെ മുൻപാകെ യേശു കർത്താവ് ദൈവപുത്രനെന്ന് ഏറ്റുപറയേണ്ടി വരും. നിരീശ്വരവാദി അത് പറയും. ദൈവം ഇല്ലെന്ന് പറഞ്ഞു നടക്കുന്ന ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്, കൾട്ട് ഗ്രൂപ്പുകളുണ്ട്. കർത്താവിന്റെ വരവില്ലെന്ന് പഠിപ്പിക്കുന്ന കൾട്ട് ഗ്രൂപ്പുകളുണ്ട്, പെന്തക്കോസ് കൂട്ടങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ ഈ സകല മനുഷ്യരെയും വിധിക്കാനും അവരെ സ്വത്രം ന്യായം വിധിക്കാനുമുള്ള സകല അധികാരം പുതിയ നിയമസഭയ്ക്കാണ് തന്നിരിക്കുന്നത്. ദൂതന്മാരെ വിധിക്കും, ഈ ലോകത്തെ വിധിക്കും. ഹല്ലേലൂയ. അത് കർത്താവും തന്റെ ഭക്തന്മാരും കൂടെ ഇരുന്ന് വിധിക്കേണ്ടി വരും. അതാണ് 1000 ആണ്ട് വാഴ്ചയിൽ യേശു ക്രിസ്തു രാജത്വം പ്രാപിച്ചു വരുമ്പോൾ. ആ വാക്യം എവിടെ കിടക്കുന്നത്? ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരുത്തൻ ചോദിക്കുക, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ. അവനാ വെളിപ്പാട് കിട്ടി. ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് കിട്ടിയിട്ടില്ല. ക്രൂശിൽ കിടന്ന കള്ളന് കിട്ടി, നീ രാജത്വം പ്രാപിച്ചു വരും, നീ രാജാവായി ഈ ഭൂമിയെ ഭരിക്കും, അന്ന് എനിക്കൊരു അവകാശം തരണമേ എന്ന് അവൻ അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞതാണെന്ന് ഓർക്കുന്നു. ഒരു വലിയ പണ്ഡിതൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, മോട്ടിച്ച് 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 സർവത്ര കള്ളന്റെ കരിങ്കള്ളനായിരുന്നവൻ അവസാനം ആ ക്രൂശിൽ കിടന്നുകൊണ്ട് സ്വർഗരാജ്യം ഒരു സെക്കൻഡ് കൊണ്ട് അവൻ മോട്ടിച്ചു. സ്വത്രം. കാരണം എന്താ? അവന്റെ ആ കുറ്റബോധം. കൂടെ കിടക്കുന്ന കള്ളനെ എന്ത് ചെയ്തു? ശാസിക്കുക. സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നമ്മൾ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നു. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളുക. യേശുക്രിസ്തുവിന്റെ രാജത്വം, യേശുക്രിസ്തു രാജാവായിട്ട് ഈ ഭൂമിയെ ഭരിക്കാൻ വരാൻ പോവുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ, സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ഒന്ന് വായിച്ചാട്ട്. 7-ന്റെ 14, 18, 21, 27, 28 ഇത്രയും വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 2-ാം സ്തോത്രം 7-ന്റെ 14. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജത്വം. യേശുക്രിസ്തുവിന് രാജത്വം കൊടുക്കുന്നു പിതാവ്. എന്തിനാ രാജത്വം കൊടുക്കുന്നത്? സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യം കൊടുത്തു. അടുത്ത മഹത്വം കൊടുത്തു. അടുത്ത രാജത്വം ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതും നിത്യാധിപത്യവും അവന്റെ രാജത്വം നശിച്ചു പോകാത്തതുമാകുന്നു. 14-ാം വാക്യമല്ലേ? ഇനി 18-ാം വാക്യം വായിച്ചേ. ദാനിയേൽ എന്ന ഞാനോ അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച്, ചുവന്ന മഷി ഉണ്ടെങ്കിൽ ബൈബിളിൽ നോട്ട് ചെയ്തേക്കണം. അത്യുന്നതനായ വിശുദ്ധന്മാർ, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും
രാജത്വം അനുഭവിക്കൂ. മതി മതി. ആ വാക്യം ഒന്നുകൂടി വായിച്ച സഹോദരി. 18 വാക്യം. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ. അവിടെ ചോദിക്കട്ടെ, ആരായി അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ? നമ്മളാണെന്ന്. ആനയുടെ ഈ മുറം പോലെയുള്ള ചെവി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആനയുടെ പുറകെ കൂടി ഒന്ന് കുത്തി ആനയ്ക്ക് കാണാൻ പറ്റും. ആ കണ്ടു കഴിഞ്ഞാൽ പുറകാലോട് ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇടപാട് തീരും എന്ന് പറയുന്നത്. നമ്മൾ ആകേണ്ട അവസ്ഥ നമുക്ക് അറിയത്തില്ല. എന്താ ആട്ടം പാടി കൈ പഠിച്ചിരുന്ന് ദൈവസഭയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോവുകയല്ല. അതിവിദൂര ഭാവിയിൽ ഒരു രാജ്യത്വം പ്രാപിച്ച് കർത്താവ് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ യേശു കർത്താവിനോടൊപ്പം ഒരു ഭരണ സംവിധാനത്തിന്റെ ഉള്ളിൽ ആകേണ്ടവരാണ് പുതിയ നിയമസഭ എന്നുള്ള ഒരു ചിന്ത ഇന്നു മുതൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അലയടിക്കണമെന്ന് ഞാൻ നിങ്ങളെ ആത്മാവിൽ പ്രബോധിപ്പിക്കുകയാണ്. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കൂ. യേശു കർത്താവ് രാജാവായി ഭൂമിയെ ഭരിക്കുമ്പോൾ, യേശു കർത്താവ് ജനിച്ചത് രാജാവായിട്ടാണ്, യേശു കർത്താവ് വളർന്നത് രാജാവായിട്ടാണ്, യേശു കർത്താവ് മരിച്ചത് രാജാവായിട്ടാണ്, യേശു കർത്താവിനെ അടക്കം ചെയ്തത് രാജാവായിട്ടാണ്. ഹെരോദാവ് ചോദിക്കുന്നുണ്ട്, ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ? ഹെരോദാവാണോ ചോദിച്ചല്ലോ? രാജാവായി പറഞ്ഞവൻ എവിടെ? ഹെരോദാവാ ചോദിച്ചല്ലേ? രാജാവായിട്ട് പറഞ്ഞവൻ ഇയാൾക്ക് എങ്ങനെ അറിയാം രാജാവായിട്ട് പറഞ്ഞെന്ന് പുള്ളി? അത് യേശു കർത്താവ് രാജാവായിട്ടാ. അതെ, അത് വായിച്ചു. ആ ഭാഗം ഒന്നെടുത്ത് വായിച്ചു. മത്തായി 2:22. അപ്പൊ അതിന്റെ മറുപടി കിട്ടും. മത്തായി 2:22. മത്തായി 2:22. ഹല്ലേലൂയ. സ്വത്രം സ്വത്രം. പ്രൈസ് ദി ലോർഡ്. യഹൂദയിൽ സോറി 2:1 2:1 ഒന്നോട്ട് വായിച്ചു. 2:1. വിദ്വാൻമാർ എത്തി. വിദ്വാൻമാർ ചോദിക്കുക, യഹൂദന്മാരുടെ രാജാവായി യഹൂദന്മാരുടെ രാജാവായി ഈ വിദ്വാൻമാർക്ക് എന്തറിയാം? യേശു ക്രിസ്തു രാജാവാണ്. എടാ, ഒരു കുഞ്ഞു വാവായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അവര് ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവരാണ്. അപ്പോ പിറന്നപ്പോൾ യേശു കർത്താവ് രാജാവായി. അവൻ അടക്ക സമയത്തും രാജകീയ അടക്കമാണ് അവന് കിട്ടിയത്. ഈ ഭൂമിയിൽ രാജാവായിട്ട് പിറന്നു വീണവനാണ് യേശു ക്രിസ്തു. അവന്റെ വളർച്ചയും അവന്റെ പ്രൗഢിയും അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലയെടുപ്പും നോക്കിയാൽ അവൻ രാജാവ് തന്നെ. യഹൂദന്മാര് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാകണോ? അപ്പൊ എന്താ പറഞ്ഞു? അതെ, ഞാനാകുന്നു രാജാവ്. കൈസറല്ലാതെ ഞങ്ങൾക്കൊരു രാജാവില്ല. മനുഷ്യനാക്കി വെച്ച രാജാക്കന്മാരെ സേവിച്ചുകൊണ്ട് കിടന്ന ഈ മന്ദബുദ്ധികളായ മനുഷ്യന്മാർക്ക് ഈ ദൈവപുത്രൻ രാജാവാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ തിരുവെഴുത്ത് വായിച്ചു പഠിച്ചെങ്കിൽ അവരത് വിശ്വസിച്ചെങ്കിൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു രാജാവായിട്ട് ഈ ഭൂമിയെ 1000 ആണ്ട് ഭരിക്കുമെന്ന് തന്നെയാണ് വേദപുസ്തകം പറയുന്നത്. നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ വാക്യം വായിച്ചല്ലോ. ഏത് വാക്യം? നമ്മൾ 7:14-18. അത് കഴിഞ്ഞ് 21 വാക്യം ഒന്ന് വായിച്ചാട്ട്. 21 ദാനിയേൽ. അപ്പൊ അതിന് 21 വാക്യമാണ് പ്രധാനം. വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകും. ന്യായം വിധിക്കാനുള്ള അധികാരവും നൽകും. വയോധികനായവൻ വരും. യേശു കർത്താവ് വരും. യേശു കർത്താവ് വയോധികൻ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? ദൈവപുത്രനായ യേശു ക്രിസ്തു ആദിയും അന്തവും ഇല്ലാത്തവനാണ്. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മ ഏക ദൈവത്തെയാണ് അവിടെ കാണിക്കുന്നത്. വയോധികൻ അവൻ വന്ന് തന്റെ ജനത്തിന് എന്ത് കൊടുക്കും? ആധിപത്യം, ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുകയും ചെയ്യുന്ന കാലം വരികയും ചെയ്യും. ഇനി 27-28 വായിച്ചാട്ടെ സോരി.
പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൽ കീഴടവുമുള്ള രാജ്യങ്ങളുടെ അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. സ്വത്രം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. ആരാണ് ഈ അത്യുന്നതായ വിശുദ്ധന്മാരായ ജനം? പുതിയ നിയമസഭയല്ലേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന പുതിയ നിയമസഭയ്ക്ക് കിട്ടാൻ പോകുന്ന പദവി സ്തോത്രം എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത പ്രാവചനിക വാക്യമാണ് ഈ വാക്യങ്ങൾ. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് ദാനിയേലിനെ കൊണ്ട് എഴുതി വെച്ചതാണ്. യേശുക്രിസ്തു ഒരു രാജാവ് വരുന്നു. യെശയ്യാപ്രവാചകൻ പറയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും. അത് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യം ഞാൻ കിട്ടിയിട്ടില്ല. ഒരു രാജാവ് നീതിയോടെ വാഴും. അപ്പൊ ഇവിടുത്തെ വാഴ്ചയോ 1000 പിണറായി വന്ന് ഭരിച്ചാലും ഒരു നീതിയും കിട്ടില്ലെന്ന പോലെ. 1000 മോദി ഭരിച്ചാലും നമ്മുടെ രാജ്യത്ത് നീതി കിട്ടാൻ പോകുന്നില്ല. ഉള്ള നന്മ കൂടി അടിച്ചു മാറ്റിയാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളായ നമ്മളെല്ലാം ഒന്നെടുക്കുമെന്ന് ഒരുത്തം പറഞ്ഞെങ്കിൽ സുവിശേഷം പറഞ്ഞാൽ വധശിക്ഷ വരെ കിട്ടുമെന്ന് പറഞ്ഞു. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കണ്ടിട്ടില്ലേ? സുവിശേഷം പറഞ്ഞാൽ പിടിച്ച് മതവർത്തനം നടത്തിയാൽ വധശിക്ഷ വരെ ലഭിക്കുമെന്ന്. കിട്ടട്ടെ, കൊല്ലട്ടെന്ന് കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് ബലിയർപ്പിക്കുന്ന കാലം വരും. അത് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഇരിപ്പൊക്കെ ഒന്ന് മാറ്റി നമ്മളന്ന് ആത്മാവിൽ ബലപ്പെട്ട് ശക്തിയാർജിക്കണം. നാളെ കാലത്ത് നമുക്ക് ഏതെല്ലാം പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകും നമ്മൾ അറിയത്തില്ല. ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിലും പീഡ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും അവിടോടങ്ങളായി തലമുക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ബൈബിള് ചവിട്ടി അരച്ചത് നമ്മൾ കണ്ടില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം? കണ്ടായിരുന്നു? ബൈബിള് ചവിട്ടി അരച്ച സ്ഥലത്തിട്ട് ഇവിടെ സുവിശേഷം പ്രസംഗിക്കേണ്ടെന്ന് പറഞ്ഞു, ഓടിച്ചു വിട്ടു. ഇപ്പൊ നമ്മുടെ ഈ സഹോദരന്മാരുടെ പരിപാടി എന്താണെന്നറിയോ? ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നേരത്ത് അവരെന്ത് ചെയ്യുക? അങ്ങോട്ട് എതിർക്കുക, ഞങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരാണ്. പിന്നെ അടുത്ത പറയണം, ഇവിടെ മതസ്വാതന്ത്ര്യം ഉണ്ടെന്ന്, ഇവിടെ ഏത് മതം പ്രചരിപ്പിക്കാൻ പറ്റുമെന്ന്, ഇതൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി സുവിശേഷം ആരോട് പറയും? കർത്താവ് എന്താ പറഞ്ഞത്? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ കാലിന്റെ പൊടി എന്ത് ചെയ്യുക? അവിടെ തട്ടിക്കളഞ്ഞിട്ട് അടുത്ത വട്ടസാലദേശം പോയി പ്രസംഗിക്കുക. ഇവർക്ക് ഈ ബോധമില്ലയോ? എനിക്കും ചോദിക്കുക, ഞാൻ ചോദിക്കുക, ഈ വചന വെളിപ്പാടോട് ഉള്ളിലില്ലേ? എടാ, സുവിശേഷം വേണ്ടെന്ന് പറഞ്ഞാൽ പൊടിയും തട്ടിക്കളഞ്ഞിട്ട് വേണം ആരെങ്കിലും സ്വീകരിക്കുന്നിടത്തേക്ക് പോയി പ്രസംഗിക്കാൻ. എന്തിന് വഴക്കുണ്ടാക്കുന്നു? അത് ബുദ്ധിയുടെ ഇടപെടലല്ലേ വാസവേ? അതുകൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങളോടെങ്കിലും ഞാൻ പറയുന്നു, പരസ്യവും നടക്കുമ്പോൾ എവിടെ ആരെങ്കിലും ബഹളമുണ്ട്, ഇവിടെ പ്രസംഗം വേണ്ട. ഈ നിത്യജീവന്റെ വചനമാ സഹോദര, സ്വർഗത്ത് പോകുന്ന വചന. ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, എന്നാൽ ഞങ്ങൾ പോവുകയാണ്. അവര് കാണുക തന്നെ പൊടി തട്ടിക്കളയണം, അപ്പൊ വചനം നിർത്തിയാവും. ഞങ്ങളിതാ പോവുക. നിങ്ങൾ ഞങ്ങളെ കൊല്ലാനും ഉപദ്രവിക്കാൻ വരികയെങ്കിൽ ഞങ്ങൾ പോവാണ്. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ നമ്മൾ പോയേക്കണം. ആ പൊടി അവർക്കെതിരെ ശിക്ഷയ്ക്ക് വിധിക്കും. എഴുന്നേറ്റ് വരും ആ മണ്ണ്. ദാസന്മാർ വചനം പറഞ്ഞപ്പോൾ നീ അനുസരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ആ നരക തീയിലേക്ക് അവരെ കൂട്ടിത്തള്ളി. നമ്മൾ എന്തിനാ കിടന്ന് പേടിക്കുന്നത്? ഈ ബോധം പോലും പലർക്കും ഇല്ലെന്ന് ഓർക്കുമ്പോൾ വലിയ വേദന തോന്നുന്നു എന്റെ പ്രിയമുള്ളവരെ. പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിലുള്ള എല്ലായിടവും ഉള്ള രാജ്യങ്ങളുടെ ആ 27-ാം വാക്യം 7:27 ശ്രദ്ധിച്ചു എല്ലാവരും ബൈബിൾ നോക്കിയിരിക്കണേ. പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലായിടവും ഉള്ള. അപ്പോ 260 രാജ്യങ്ങളിലും ഇതും സംഭവിക്കുമെന്ന അതിന്റെ അർത്ഥം. രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അടുത്ത അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും. അടുത്ത് സകല ആധിപത്യങ്ങളും, ലോകത്തിലെ സകല ആധിപത്യങ്ങളും അവനെ സേവിച്ച് സ്വത്രം അനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. മതി. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. ഇത് നമ്മളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. സർവ്വലോകത്തെയും ഭരിക്കാൻ യേശു ക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കാൻ വരാൻ പോകും. ആദ്യം സകല ഭൂമിയും ഭരിക്കുന്ന യെഹൂക്രിസ്തു വരും. യെഹൂക്രിസ്തു വന്ന് 7 വർഷം ഭരിച്ച് കഴിഞ്ഞതിന് ശേഷം ദൈവപുത്രനായ യേശു ക്രിസ്തു
തന്റെ സകല വിശുദ്ധന്മാരുമായിട്ട് ഈ ഭൂമിയെ ഭരിക്കും. ഭരിക്കാൻ നേരത്തെ പിശാചിന്റെ അവസ്ഥ എന്താ? എന്താ മമ്മേ, നമുക്കറിയാലോ. മറന്നുപോയാ? ഉറങ്ങിപ്പോയി. ഈ കർത്താവിന്റെ വരവ് ആ സമയം ആകാത്തത് ബാക്കി. 7 വർഷം മഹോദ്രവകാലം ഈ ഭൂമിയിൽ നടക്കുമ്പോൾ പുതിയ നിയമസഭ സ്വർഗത്തിലായി, അല്ലേ? അപ്പൊ പിശാചിന് എവിടെയായിരിക്കും? ചങ്ങലയ്ക്ക് ഇട്ടാ ചങ്ങലയെന്നൊക്കെ കയറി വരുന്നുണ്ട്. എടുക്കാം വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം എടുത്തു. അതെ, 1000 ആണ്ട് വാഴ്ച ഈ ഭൂമി ഭരണം നടക്കുമ്പോൾ പിശാചിനെ ബന്ധിച്ചിടും. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. 20-ാം അധ്യായം വായിച്ചാട്ടെ. വെളിപ്പാട് 20-ന്റെ 1 മുതൽ. ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ആമേൻ. ഇത് ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ വാക്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ തുടങ്ങുമ്പോൾ സാത്താന്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ഫ്രീസ് ചെയ്ത് അനങ്ങാൻ സംഭവിക്കത്തില്ല. ഇപ്പൊ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? 12 വെളിപ്പാട് 12 അത് വായിച്ചേ. 12 വെളിപ്പാട് 12 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. ആകയാൽ സ്വർഗ്ഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ആ വാക്യം